രാജ്കുമാർ ചേരുന്നുണ്ട് സമ്മേളന നഗരിയിൽ നിന്നും. രാജ്കുമാർ, രണ്ടാം ദിനമാണെന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയിൽ വരും? ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിനിധി സമ്മേളന ചർച്ചയിലൊക്കെ ഉയർന്നു വന്നത്? ഇത് കൊല്ലത്തെ സംബന്ധിച്ച ഒരു അഭിമാന നിമിഷം കൂടിയാണ്. സംസ്ഥാന സമ്മേളനം മാർച്ച് 2025 മാർച്ചിൽ ഇവിടെ നടക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ ഒരു ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ പ്രതിനിധി സമ്മേളനം MA ബേബി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി S സുധേവൻ അവതരിപ്പിച്ചു. അതിന്മേൽ പിന്നീട് ഏരിയ തിരിച്ചിട്ടുള്ള ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടന്നു. ആരൊക്കെ എത്ര പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കണം, എത്ര സമയം ഇതിൽ ചർച്ചയ്ക്ക് അനുവദിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പിന്നീട് ചർച്ച നടന്നത്. ഏതാണ്ട് 40ഓളം മണിക്കൂർ ഈ ചർച്ചയ്ക്കായി നീക്കിവെക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതികരിച്ചിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയ ചർച്ച രാത്രി വരെ നീണ്ടു. പിന്നീട് ഇന്ന് രാവിലെ അല്പസമയത്തിനകം അത് ആരംഭിക്കുകയും ചെയ്യും. ഇതിനിടയിൽ പല വ്യാജ വാർത്തകളും ഒക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാഗത സംഘം ഇതിൻ്റെ നമ്മുടെ ഈ സംഘാടനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ് മുൻ MP കൂടിയായ P രാജേന്ദ്രൻ. ഇവിടെ സമ്മേളനത്തിൻ്റെ പുരോഗതി എങ്ങനെയുണ്ട്? എത്രമാത്രം ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്? എന്നോടൊപ്പം സഖാവ് സന്തോഷമുണ്ട്, ജനറൽ കൺവീനർ. ആ സഖാവാണ് കഷ്ടപ്പെടുന്നത്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. കഷ്ടപ്പെടുന്നതും ഉയർക്കുന്നതും ഉറക്കൊഴിയുന്നതും ഒക്കെ സന്തോഷമാണ്. നല്ല സമ്മേളനം, വളരെ ആവേശം. ഇന്നലെ ആ വൈകുന്നേരത്ത് പെയ്ത മഴ ഒഴിച്ചാൽ, മഴ പ്രകൃതിയുടെ വിധിയല്ലേ, നമുക്കതനുസരിച്ചല്ലേ നോക്കൂ. അഭിമാനകരമായ ഒരു സമ്മേളനമായിട്ടാണ്. കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനം നടന്നിട്ടില്ല. കൊല്ലത്തെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ശക്തി, അതിൻ്റെ ആ ഗാംഭീര്യം വിളിച്ചറിയിക്കുന്ന ഒന്നായി ഈ മയ്യനാടിൻ്റെ തവളക്കുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഈ സമ്മേളനം മാറിയിരിക്കുകയാണ്. ഇവിടെ 7 ഏക്കർ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദേശാഭിമാനിക്ക് വേണ്ടിയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി വാങ്ങിച്ച ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്താണ് ഈ സമ്മേളനത്തെ ഞങ്ങൾ തീരുമാനിച്ചത്. വളരെ വളരെ അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു ഇന്നലെ വൈകുന്നേരത്ത് മഴ പെയ്യുന്നത് വരെ. ഇന്നലെ ചർച്ച തുടങ്ങി വെച്ചു. MA ബേബി സഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഗോവിന്ദമാഷ് അടക്കമുള്ള വലിയൊരു ടീം, 10 നേതാക്കന്മാർ, സ്വരാജ് അടക്കം പുത്ര ദിനേശനടക്കമുള്ള 10 നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ അറിയുന്നത് നാളെ മുഖ്യമന്ത്രി ഈ സമ്മേളനം കാണാൻ വരുമെന്നാണ്. തവളക്കുഴിയിലെ പഴയ കർഷക തൊഴിലാളി സമരത്തിൻ്റെയും കച്ചവടി തൊഴിലാളി സമരത്തിൻ്റെയും ഒക്കെ കഥകൾ ഓർത്തുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ സമ്മേളനം ആരംഭിച്ചത്. രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിക്കുക. നാളെ ഇന്നുകൊണ്ട് ചർച്ചകൾ പൂർത്തിയാവും. നാളെ ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുപ്പാണ്. വളരെ അഭിമാനകരമായ നിലയിൽ നമ്മുടെ നേതൃത്വത്തിൻ്റെ സാന്നിധ്യമടക്കം വളരെ നല്ല ആവേശകരമായിട്ട് ഈ സമ്മേളനം പുരോഗമിച്ചു വരികയാണ്. നാളെ ഉച്ചയോടെ 2 മണിക്ക് സമ്മേളനം അവസാനിക്കും. അത് കഴിഞ്ഞ് 4 മണിക്ക് ഈ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ഈ നാടിനെ ആകെ അണിനിരത്തുന്ന ഒരു പൊതുസമ്മേളനത്തോടെ ഈ സമ്മേളന നടപടികൾ അവസാനിക്കും. എങ്ങനെയുണ്ട് സാർ? രാജേന്ദ്ര സാഹു വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. വളരെ ആവേശത്തോടു കൂടിയാണ് കൊട്ടിയം ഏരിയയിൽ ഈ സമ്മേളനം ഏറ്റെടുത്തിട്ടുള്ളത്. മയ്യനാട് ഗ്രാമമാകെ ഈ സമ്മേളന നടത്തിപ്പിന് വേണ്ടി ഉറക്കമൊഴിയുക എന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് രൂപയാണ് ആളുകളുടെ സഹായമായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മേളനം അതിൻ്റെ കെട്ടിലും മട്ടിലുമെല്ലാം മെച്ചമാക്കാൻ സംഘാടക സമിതി വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ സമ്മേളനം അവസാനിക്കുന്നത് വരെ എല്ലാ നിലയ്ക്കും പൊതുജനങ്ങൾക്കടക്കം പങ്കെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നാളെ വൈകുന്നേരം സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററും KN ബാലഗോപാലും ശൈലജ ടീച്ചറും M സ്വരാജും എല്ലാം പങ്കെടുക്കുന്ന വലിയ പൊതുയോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ സമ്മേളനം എല്ലാം കൊണ്ടും ഒരു ചരിത്ര സംഭവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. വിനിഷ, ഇതിൽ ഏറ്റവും മുഖ്യമായ നമുക്ക് കിട്ടിയ പുതിയ വിവരമെന്ന് പറയുന്നത് നാളെ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അത് ഇൻറ്റേർണലാണ്, അത് മറ്റുള്ളവർക്ക് പ്രവേശനം ഉണ്ടാവാൻ സാധ്യതയുമില്ല. മുഖ്യമന്ത്രി നാളെ ഇവിടെ എത്തും. വിനിഷ. യെസ്, സമ്മേളനത്തിൻ്റെ ആവേശത്തിലാണ് കൊല്ലം ജില്ലാ. പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ്, ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്നലെ കൊല്ലത്ത് പതാക ഉയർന്നത്. കൊല്ലത്തെ പാർട്ടി സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളാണ് രാജ്കുമാർ പങ്കുവച്ചത്.